അതെ, ഈ ഭക്ഷണം കഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മലപ്പുറക്കാർക്ക് ഒരു ക്രേസുള്ള കാര്യമാണ്. പുറത്തുനിന്ന് അക്കാലത്തൊക്കെ ഒരാൾ ഞങ്ങളെ പെരേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അക്കാലത്ത് അരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടികൾക്കൊക്കെ മാത്രം ഒരു കിട്ടുന്ന സാധനമായിരുന്നു. പ്രത്യേകിച്ചും കല്യാണങ്ങൾക്കൊക്കെ മാത്രമായിരുന്നു നാട്ടുകാർക്ക് അരിഭക്ഷണം തിന്നാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ. പുറത്തുനിന്നുള്ള ആ ഒരു ഭക്ഷണത്തിൻ്റെ സംസ്കാരവും പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള തനിമയൊക്കെ ചേർന്ന് ഒരു പുതിയൊരു ഭക്ഷണ സംസ്കാരം നമ്മളെ കേരളത്തിൽ വളർന്നു വരാനുണ്ടായത്. പൂള, നമ്മളെ ഭാഷ പറഞ്ഞാൽ പൂള, അതൊക്കെ പോർച്ചുഗീസുകാർ അന്നത്തെ ഇവിടുത്തെ പട്ടിണി മാറ്റാൻ ഒരു ചെറിയൊരു പരിഹാരം നിലനിൽക്ക് കൊണ്ടുവന്നാണെന്നൊക്കെ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. സംസ്കാരത്തിൻ്റെ കൈമാറ്റം, അതല്ലെങ്കിൽ ഒരു സൗഹൃദം, സ്നേഹബന്ധം പങ്കിടുക, ഇതൊക്കെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ചുറ്റിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. അതിനെ കൂടെ തന്നെ തനിമയാർന്ന നമ്മളെ ആ പഴയൊരു സംസ്കാരം, അതല്ലെങ്കിൽ നാടൻ കഞ്ഞി, കഞ്ഞിയും പയറും, ഇതൊക്കെ നമ്മൾക്കിടയിൽ വളരെ ഫെയിം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വാപ്പാക്കൊരു ഫ്രണ്ടുണ്ട്, ആലപ്പുഴക്കാരനാണ്. മലപ്പുറത്തേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കാണാൻ വരും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഫാമിലിനായിട്ടാണ് വരൽ. പുറത്തുനിന്ന് അക്കാലത്തൊക്കെ ഒരാൾ ഞങ്ങളെ പെരേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. എടുത്തുള്ള പെരക്കാരൊക്കെ കൂടും. ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പാടി വെക്കും, ആരാ വന്നിക്കേണ്ടത്. ആ ഒരു സന്ദർഭം മൂപ്പരെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തെടുക്കണത് വാപ്പ പറഞ്ഞു കേട്ടാണ്. വന്നോളി, ഇരുന്നോളി, തിന്നോളി. ഈ ഒരു മലപ്പുറം സ്ലാങ് ഉണ്ടല്ലോ, അത് ഓല് വന്ന മൂപ്പർക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ആ ഒരു സാധനം കേൾക്കുമ്പോൾ. അതെ, ഈ ഭക്ഷണം കഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മലപ്പുറക്കാർക്ക് ഒരു ക്രേസുള്ള കാര്യമാണ്. അതും പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൻ്റെ വെള്ളം പോലെ തന്നെ, അതല്ലെങ്കിൽ വെള്ളത്തിന് താഴെയായിട്ട് വരുന്നൊരു പ്രധാന ഘടകമാണ്. ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ കേരളത്തിലെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ എവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കണം. പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അരി എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ സമ്പന്നരുടെ വീട്ടിൽ മാത്രം കിട്ടുന്ന ഒരു ഫുഡാണ്. പാവപ്പെട്ടവർക്ക് ഈ യൂസുഫലി കേച്ചൊരു ഒരു കവിത എഴുതുന്നുണ്ടല്ലോ, വേദം എന്ന് പറഞ്ഞാൽ, അതിൽ ഉമ്മ മൂപ്പർക്ക് വിളമ്പി കൊടുക്കുന്ന ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് മാത്രമല്ല, അദ്ദേഹം സാമാന്യമായിട്ട് വല്ല സമ്പന്നമായ കുടുംബമാണ്. അദ്ദേഹത്തിന് ചോറ് കിട്ടുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പെരേക്ക് നാട്ടിലും അദ്ദേഹത്തിൻ്റെ പെരൻ്റെ ചുറ്റുമുള്ള അതല്ലെങ്കിൽ കുറേ ദൂരത്തുള്ള ആൾക്കാർ പഷ്ണിക്കഞ്ഞി കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം വിവരിക്കുന്നത് എങ്ങനെയാണ്, കഞ്ഞിവെള്ളത്തിൽ വറ്റോടുന്ന കഞ്ഞി എന്ന് പറഞ്ഞാൽ, അഥവാ തപ്പിയാൽ അരി കിട്ടാനില്ല, അത്രയും ഒരു ദാരുണമായ അവസ്ഥയാണ് നമ്മളെ കേരളത്തിൽ കഴിഞ്ഞു പോയതെന്ന് പറഞ്ഞാൽ. അക്കാലത്ത് കിഴങ്ങുകളൊക്കെ വീട്ടിൽ വളർത്തുന്ന ആൾക്കാർക്ക് പട്ടിണി കിടക്കാതെ ജീവിച്ചു പോവാം. നമുക്കറിയാം, കിഴങ്ങുകൾ അധികം കഴിക്കാൻ പറ്റില്ല, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അക്കാലത്ത് അരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടികൾക്കൊക്കെ മാത്രം ഒരു കിട്ടുന്ന സാധനമായിരുന്നു. പ്രത്യേകിച്ചും കല്യാണങ്ങൾക്കൊക്കെ മാത്രമായിരുന്നു നാട്ടുകാർക്ക് അരിഭക്ഷണം തിന്നാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല, അക്കാലത്ത് നിന്ന് നമ്മൾ ഇന്ന് നിലയിലുള്ള ഒരു നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. എത്രയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പലരും ഗൾഫ് രാജ്യങ്ങളിലേക്ക് കച്ചവടത്തിനും ഹജ്ജ് മറ്റു പല ആവശ്യങ്ങൾക്കും പോയി അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് പഠിച്ചു. നമ്മൾ നാട്ടിൽ വന്നു, അത് ഇവിടെ അപ്ലൈ ചെയ്തു. അതും പുറത്തുനിന്നുള്ള ആ ഒരു ഭക്ഷണത്തിൻ്റെ സംസ്കാരവും പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള തനിമയൊക്കെ ചേർന്ന് ഒരു പുതിയൊരു ഭക്ഷണ സംസ്കാരം നമ്മളെ കേരളത്തിൽ വളർന്നു വരാനുണ്ടായത്. മാത്രമല്ല, പ്രത്യേകിച്ചും മലബാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബ്രിട്ടീഷുകാരായാലും അറബികളായാലും അതുപോലെ തന്നെ ഡച്ചുകാരായാലും പലരുടെയും പോർച്ചുഗീസുകാർ, അപ്പോൾ അങ്ങനെ പലരുടെയും കയ്യൊപ്പ് പതിഞ്ഞ മണ്ണാണ് മലബാർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൻ്റേതായ ഒരു രുചിക്കൂട്ട് മലബാറിൻ്റെ ഭക്ഷണ സംസ്കാരത്തിൽ വന്നു ചേർന്നു എന്നാണ് നമുക്ക് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവുക. കപ്പൊക്കെ, പൂള, നമ്മളെ ഭാഷ പറഞ്ഞാൽ പൂള, അതൊക്കെ പോർച്ചുഗീസുകാർ അന്നത്തെ ഇവിടുത്തെ പട്ടിണി മാറ്റാൻ ഒരു ചെറിയൊരു പരിഹാരം നിലനിൽക്ക് കൊണ്ടുവന്നാണെന്നൊക്കെ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ നിന്ന്, അത്തരം ഒരു സന്ദർഭത്തിൽ നിന്ന് കാലങ്ങളായിട്ട് നമ്മുടെ സാമ്പത്തികമായിട്ടൊക്കെ പുരോഗമിച്ചു. കാരണം നമ്മുടെ നാട്ടിൽ പട്ടിണി പരിവട്ടമൊക്കെ കുറഞ്ഞു വന്നു. നമ്മൾ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഈ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയവൽക്കും വലിയവൽക്കും. അപ്പോൾ രാവിലത്തെ ഒരു സുബഹിസ്കാരം കഴിഞ്ഞുള്ള സമയം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ ചായക്കടയും അവിടെ വല്യപ്പന്മാരും വാപ്പന്മാരും ഒക്കെ കഥ പറഞ്ഞിട്ട് നാട്ടിൻപുറത്തെ കഥകൾ മൊത്തം തുറക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി. എന്നാൽ നൈറ്റിലോ, എടാ ഒരു മന്തി അടിക്കാൻ പോകല്ലേ, ചെക്കന്മാരും അതാ യുവാക്കളും ഭക്ഷണം അത്രയും പ്രിയപ്പെട്ടു തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഈ ഭക്ഷണം എന്നുള്ള ഒരു വ്യത്യസ്തങ്ങളായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ക്രേസുള്ളൊരു സംഭവമാണ്. അതാ നമ്മൾ അത്രയും ഭക്ഷണത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോഴും ഇന്നും നമ്മൾക്കിടയിൽ ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന,
പ്രത്യേകമായിട്ടും ഒരുപാട് പട്ടിണിയും പരിവട്ടമായി ജീവിക്കുന്ന പല ആളുകളുണ്ട്. ഫലസ്തീൻ്റെ മക്കളെ നമ്മൾ ഓർക്കാതെ പോകരുത്. അവർക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായങ്ങൾ എത്തിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ഇസ്രായേൽ അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടവരവിടെ സഹകാരികൾ തടയിടുന്നു എന്നുള്ളതാണ്. അവരുടെ മനസ്സൊക്കെ നമ്മൾ പരിണമിച്ച് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരായി നമ്മളെ ഡാർവിൻ സിദ്ധാന്തം പറയുമ്പോൾ ഒരു മനുഷ്യരായി വീണ്ടും മൃഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണോ, മനുഷ്യരെ പോലെ ചിന്തിക്കാനുള്ള ബുദ്ധി അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത്രയും ക്രൗര്യമായ ഒരു സന്ദർഭത്തിലേക്ക് ഫലസ്തീൻ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ മലബാറിനെ കുറിച്ച് പറയുമ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഴിക്കുക, വയറ് നിറക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് മനസ്സ് നിറയുക, സ്നേഹം വിളമ്പുക, സൗഹൃദം, ബന്ധം, ഇതെല്ലാം ഒരു ഭക്ഷണ സംസ്കാരം എന്നതിൻ്റെ ബന്ധപ്പെട്ട് വരുന്നതാണ്. പെരുന്നാൾക്ക് പെരയിലുണ്ടാക്കിയ ബിരിയാണി അടുത്തുള്ള ഇതര മതസ്ഥന് കൊണ്ടുപോയി കൊടുക്കുകയാണ്, അടുത്തുള്ള വീട്ടിലെ ഹിന്ദു സഹോദരനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആരോ വീട്ടിൽ ഓണത്തിനുണ്ടാക്കിയ സദ്യ പായസമൊക്കെ ഇങ്ങോട്ടും കൊണ്ടുതരികയാണ്. അങ്ങനെ ഒരു കൾച്ചറൽ കൈമാറ്റം, സംസ്കാരത്തിൻ്റെ കൈമാറ്റം, അതല്ലെങ്കിൽ ഒരു സൗഹൃദം, സ്നേഹബന്ധം പങ്കിടുക, ഇതൊക്കെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ചുറ്റിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. നമുക്കറിയാം, ഉത്സവപ്പറമ്പ് പോയാൽ വ്യത്യസ്തങ്ങളായ മധുര പലഹാരങ്ങൾ, അതുപോലെ ഇതൊക്കെ നമ്മുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മൾ ഇന്നും കൊണ്ട് നടക്കുകയാണ്. അതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന വെസ്റ്റേൺ ഫുഡായാലും ഫാസ്റ്റ് ഫുഡുകളായാലും ഇതെല്ലാം നമ്മൾ പുതുതായി ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പുതിയ ഒരു ഭക്ഷണത്തെ പരീക്ഷിക്കാൻ നമ്മളിങ്ങനെ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൂടെ തന്നെ തനിമയാർന്ന നമ്മളെ ആ പഴയൊരു സംസ്കാരം, അതല്ലെങ്കിൽ നാടൻ കഞ്ഞി, കഞ്ഞിയും പയറും, ഇതൊക്കെ നമ്മൾക്കിടയിൽ വളരെ ഫെയിം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അതിനെ ഒരു മനുഷ്യനെ ആരെങ്കിലും തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ക്രൂരമായ മറ്റൊരു സംഭവം ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം.